ഒരു വൃത്തിയും വെറുപ്പൊന്നും അറിഞ്ഞില്ല ഇതിന്റെ ഉള്ളില്. എന്ന് അതിനെങ്ങോട്ട് കൊടുക്കുന്നോ അന്നായതാ പേരെയും കൂടി ഇങ്ങനെ. വേണ്ട മുളക് പൊട്ടിച്ചു കൊടുന്ന് കൊടുത്തിട്ട് അതങ്ങനെ അവിടെ ഇട്ട് പോയിക്കണം. മുപ്പതാരെ വിളിക്കണേ? ആ താത്താണല്ലോ. ഹലോ, എന്ത് വർത്താനം ഇങ്ങനെയൊക്കെ പോണ്? അല്ല പണികളൊക്കെ കഴിഞ്ഞാ? ആ അത് ശരി തന്നെ. നോമ്പായിട്ട് പിന്നെ രാവിലെ അങ്ങനെ പണികളൊന്നും ഉണ്ടാവൂലല്ലോ, വൈകുന്നേരത്തല്ലേ എല്ലാം ഉണ്ടാവുള്ളൂ. ഇല്ലേ, ഞാന് കുഞ്ഞോള് വന്നിക്കണല്ലോ, അപ്പൊ ഓളെ കുട്ടികൾക്ക് തുള്ളി കഞ്ഞി അടുപ്പത്ത് ഇടേന്. ഐറ്റങ്ങൾക്ക് ഇപ്പൊ നോമ്പും ഇതൊന്നും ഇല്ലല്ലോ. ആ ഞാൻ വിളിക്കണം വിചാരിച്ചു, പിന്നെ ഓരോരോ പണിത്തിരക്കിൽ അങ്ങനെ പെടുന്നതാണേ. രാവിലെ പണി ഇല്ലായി ഉള്ളൂ. രാവിലെ അടിക്കലും തുറക്കലും തിരുമ്പലാവുമ്പോത്തിന് അത് ഉച്ചാവും. പിന്നെ വൈകുന്നേരം ആകുമ്പോത്തിന് അടുത്ത പണികൾ തുടങ്ങാറാവും. അല്ല എന്താപ്പൊ വിസയിച്ചൊരു വിളിയൊക്കെ? ഓളോ? ഇല്ലല്ലോ, ഓള് ഇന്നലെ സാധനങ്ങൾ വാങ്ങാൻ വേണ്ടിട്ടാണ്ട് അങ്ങാടിക്ക് പോയിരുന്നു. എന്തേ? പെരേക്കോ? പെരേക്ക് പോയ കൂട്ടൊന്നും എന്നോട് പറഞ്ഞു കിട്ടിയില്ല. അത് ഓളാവൂല, എനിക്ക് തോന്നുന്നേ. കാരണം ചെക്കൻ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓളെ തച്ചു കൊല്ലൂലേ. രാവിലെ സമീറ പെണ്ണോ? ആ ആ എന്നാ ഇവിടെ അതൊന്നും പറഞ്ഞു കേട്ടിട്ടില്ല. അതന്നെയാണ് ഇന്ന് കുറച്ച് നേരം വൈകിയത് പീടികേന്ന് വരാൻ. അപ്പൊ ഓൾ ഇന്നോട് അറിഞ്ഞു കട അടച്ചീന്ന്, കട തുറക്കോളം അവിടെ നിക്കുക ചെയ്തത്. ഇതല്ല ഇപ്പൊ കഥ. എന്താ പറ്റി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓളം തന്നെ തൂക്കിക്കൊല്ലുവോ? ഓളോട് ചോദിച്ചു നോക്കന്നെ വേണല്ലോ. ഓളോട് ഇവിടുന്ന് പടി പുറത്ത് ഓളെ പെരേക്ക് ഇറങ്ങരുത് എന്ന് പറഞ്ഞതാണ് ചെക്കൻ. പണ്ടും മുതലൊന്നും കൊടുത്തിട്ടില്ലല്ലോ, ചാടിപ്പോന്നതല്ലോ ഓന്റെ പിന്നാലെ. അപ്പൊ ഓനക്ക് പണ്ടും മുതലൊക്കെ വേണം. അപ്പൊ ഓൻ പറഞ്ഞിക്കണ് ഇനി മുതല് തരാതെ ഇനി എവിടേക്കും പറഞ്ഞേക്കൂലാന്ന്. അതന്നെ പറഞ്ഞു. ആ എന്തായാലും ഞാൻ നാക്ക് വിളിക്കണ്ട്. ആയിക്കോട്ടെ. അത് ശരി. ഓള് പറയാതെ ഓളെ പെരേക്ക് വയ്ക്കണല്ലേ. ഇത് എത്ര കാലം മുന്നേ തുടങ്ങിയതാന്ന് ആർക്കറിയാം. നമുക്ക് ആ ധൈര്യം ഇല്ലാതെ പോകൂലല്ലോ. കാണിച്ചു കൊടുക്കാം ഞാൻ ഓൾക്ക്. റൂബിയേ, റുബീന, ഏടി റൂബിയെ കൊണ്ട് വരട്ടോളൂ. ഓൾക്കുള്ളത് ഞാൻ കൊടുക്കാം. ഏടി എന്തിനാ മോളങ്ങനെ വിളിക്കണ്? ഉരുമ്പട്ടോള് ഇന്നലെ കാട്ടിയ പണിയേക്കള എനക്ക്. എന്താ ഓള് ചെയ്ത്? ഓള് ഇന്നലെ ഓളെ പെരേക്ക് വയ്ക്കണത്ര. പെരേക്ക് പോവേ? നമ്മളെ കുൽസാത്തില്ലേ കണ്ടിക്കണ്. എന്നിട്ട് ഉപ്പക്ക് വിളിച്ചിന്ന് കുൽസാത്ത അന്റെ മരുവോളല്ല ഇന്നലെ ഓളെ പെരയിലുണ്ടായിന്ന്. അപ്പൊ ഞാൻ പറഞ്ഞേ ഓള് പോവൊന്നുമില്ല, ഓനക്ക് അതൊന്നും ഇഷ്ടല്ലാന്ന് പറഞ്ഞു. ഞാൻ കണ്ടത് ഓളെ തന്നെയാണ്. ആ സെമീറ പെണ്ണും ഉണ്ടായിരുന്നു ഒപ്പന്ന്. ഓളൊന്നും ആവൂല. ഓനക്ക് ഇഷ്ടമല്ല ഓളെ പറഞ്ഞേക്കണതൊന്നും. പിന്നെ ഓള് വേറെ ആരെങ്കിലും കണ്ടതേക്കാരം. തന്നെയാണ് ഇന്നലെ പീടികേന്ന് വരാൻ നേരം വെക്കിയത്. അപ്പൊ എന്താടി നേരം വെക്കിന്ന് ചോദിച്ചപ്പോ ഓൾ എന്നോട് പറഞ്ഞതാണ് പീടിക തുറന്നിട്ടുണ്ടായിന്നില്ലാന്ന്. ഇപ്പോഴല്ലേ അത് മനസ്സിലാവണത്. ഞാൻ അത് ചോദിച്ചാൻ വേണ്ടിട്ട് തന്നെ വരുമ്പട്ടോളെ വിളിച്ചത്. എവിടെയാണ് ഓള്? തന്നെ? എന്നാ പിന്നെ ഓൾക്ക് ഇനി അടിയുടെ ജാഗരന്നെ. ഇമ്മന്നെ വിളിച്ചാ? വിളിച്ചീന്ന് ഞാന്. തമ്പുരാട്ടി എവിടെയിന്ന്? ഞാന് ബാത്റൂമിലായിന്ന്. എന്തേ? അനക്ക് ഏത് നേരം ഒന്നല്ലെങ്കിൽ ബാത്റൂമില്, അല്ലെങ്കിൽ വള്ളം കോരല്, അല്ലെങ്കിൽ തിരുമ്പല്. ഇതന്നെയാണല്ലോ ഞാൻ വിളിച്ചുമ്പോ എന്റെ പണിയോള്. അല്ല ഡിജി ഇന്നലെ എവിടേക്കാടി പോയിന്നത്? ഞാനോ? ഞാൻ എവിടേക്കും പോയിട്ടില്ലല്ലോ.
ഇജ്ജ് പെണ്ണ നോണ പറയാൻ നിക്കണ്ട. ഇജ്ജ് ഇന്നലെ എന്റെ പെരേക്ക് പോയിന്നില്ലേ, അത് കണ്ടോലുണ്ട് ഇവിടെ. എന്ത് കാര്യത്തിനായിട്ട് ഇജ്ജ് എന്നോട് പോയിരുന്നത്? എന്നോട് പറഞ്ഞതല്ലോ ഇവിടുന്ന് പോവരുത് എന്ന്. ഞാൻ ഉമ്മാനെ കാണാനുള്ള പൂതി കൊണ്ട് പോയതാണ്. കൊറേ ആയാലും ഉമ്മാനൊക്കെ ഒന്ന് കണ്ടിട്ട്. പിന്നെ വല്യമ്മാന്റെ ആണ്ടാണ് വരുന്നത്. അപ്പൊ അതൊക്കെ കൂടെ ആയപ്പോ ഒന്ന് കാണണം തോന്നി. അതുകൊണ്ടാ ഞാൻ പോയത്. ഉമ്മ ഞാൻ അതിനൊരു പ്രശ്നം ഉണ്ടാക്കരുത്. ഇക്കാനോട് പറയരുത് നിങ്ങള്. ഇക്കെന്നെ ചീത്ത അറിയും. അയ്യോ, കാണാൻ പൂതിയുള്ള ഒരാൾക്കാര് അങ്ങനെ കാണാൻ പൂതി ഉണ്ടെങ്കിലേ ആ പണ്ട് മുതൽ ഇങ്ങോട്ട് തരാൻ പറയും. എന്നിട്ട് മതി വർത്താനം പറിച്ചില്. എന്റെ മകൻ ഇങ്ങോട്ട് വന്നിട്ടാണ് അവർക്ക് 4 തരാന്. ആ ഇജ്ജ് പറഞ്ഞ കേക്കാതെ ഞാൻ എന്റെ പെരേക്ക് പോവൂലേ? അല്ല തല്ലേ കൊല്ലേ എന്താച്ച കാട്ടിട്ടടി. ഇജ്ജ് എന്റെ കുട്ടിയുടെ ജീവിതത്തിൽ വന്നതിന്റെ ശേഷമാണ് ആ കള്ളുകൂടി മൊക്കം തുടങ്ങിയിരിക്കുന്നത്. അതിന്റെ മുന്നേ ഒരു കുഴപ്പവും ഉണ്ടായിരുന്നില്ല. ഇനി അത് ആ ഗൾഫിലൊക്കെ നിന്നിരുന്ന സമയത്ത് നല്ലൊരു കുട്ടി. എനിക്ക് വന്നതിന്റെ ശേഷം എന്റെ കുട്ടിക്ക് ഒരു സമാധാനം ഉണ്ടായിട്ടില്ല. അതെങ്ങനെ ഓൻ വിളിച്ചുമ്പോത്തിന് ഇങ്ങോട്ട് ചാടി പോരാൻ ഇങ്ങോട്ട് ധൃതിയല്ലോ ഓക്ക്. ഇതേപോലെ ഇനി ആരൊക്കെ ഒപ്പം പോകുന്ന ആർക്കറിയാം. എന്ത് പറഞ്ഞാലും ഞാൻ നിന്ന് മൂങ്ങിക്കോളും. അത് നന്നായുള്ളൂ ഉമ്മങ്ങള് പറഞ്ഞത്. അതൊക്കെ നല്ല ഇഷ്ടപ്പെട്ടു. ഞാൻ പറഞ്ഞത് സത്യം തന്നെയല്ലേ. ഓൾ ഇനി വേറെ ആരെപ്പെങ്കിലും പോകൂലെന്ന് ഞമ്മക്ക് ഉറപ്പുണ്ടോ? ഓൾ ഓന്റെ പിന്നാലെ ചാടി പോന്നോളല്ലേ. അപ്പൊ ഇവിടെ സുഖം ഇല്ലാന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ വേറെ ആരെങ്കിലും പിന്നാലെ പോകും. അതുകൊണ്ടാണല്ലോ ഓൻ ഫോണും കൂടി കൊടുക്കാതെ നോക്ക്. ഒരു ഫോണും കൂടി ഉണ്ടെന്നുണ്ടെങ്കിൽ എപ്പെങ്ങാനും പോയിട്ടുണ്ടാവുള്ളൂ. ഞാൻ ആ കുട്ടികൾക്ക് കഞ്ഞി അടുപ്പത്ത് ഇട്ടുങ്ങാണ്ട് ഞാനാണ് പോയത്. ഈ നേരം വരെ ആയിട്ട് ഓൾക്ക് അത് നോക്കാനായിട്ടില്ല. ഇനിയിപ്പൊ ഞാൻ തന്നെ അത് നോക്കേണ്ടി വരും. അല്ലാണ്ട് മക്കളെവിടെ? ആ ഐറ്റങ്ങൾ അതവിടെ കളിക്കുന്നുണ്ട്. ആ പിന്നെ ഞാൻ ഇന്ന് എന്തായാലും പോകട്ടെ വൈകുന്നേരത്ത്. ഇന്നൊന്നും പോവൊന്നും വേണ്ട. 2 ദിവസം കഴിഞ്ഞിട്ടാണ് പോയാൽ മതി. എന്താ ഇപ്പൊ ഇത്ര തോന്നുന്ന ധൃതി നമുക്ക് അവിടെ പോയിട്ട്? അല്ലെങ്കിൽ ഒറ്റയ്ക്ക് തന്നെയല്ലേ എല്ലാ പണികളും കൊടുക്കണത്. ഇവിടെ നിന്ന് ഒരു 4 ദിവസം നിന്ന് റെസ്റ്റ് എടുത്തിട്ടൊക്കെ പോയാൽ മതി. എന്റെ അമ്മായിമാക്കെ കുറച്ച് കൂടുതലാണ് എന്നെ കൊണ്ട് പണിയെടുപ്പിക്കല്. പറഞ്ഞ പൈസ കണ്ട് എണ്ണി കൊടുത്തിട്ടല്ല അന്നോട് കെട്ടിച്ചെണ്ണച്ചിക്കണ്. എന്നിട്ടും എനക്കൊരു മനസ്സമാധാനം ഇല്ല. ഒരു മുതലും തരാതെ ഓള് ഇവിടെ നിന്ന് പോണുണ്ട്. എന്താണ് 4 ദിവസം കഴിഞ്ഞിട്ട് വരുന്നുള്ളൂ എന്ന് ഓനോടാണ് വിളിച്ച് പറഞ്ഞാളാ. ആ ഞാൻ പറഞ്ഞോളാം. ആ ഓളാ പൂക്കിന്റെ പൂതി ഞാൻ കാണിച്ചു കൊടുക്ക എന്തായാലും. ഓണ്ട് വരട്ടെ. ആ പിന്നെ അടിച്ചോറിലെ ഇനി ഇപ്പൊ എന്തായാലും തിരുമ്പാൻ പോവല്ലേ. ഇന്റെ കൊണ്ട് 2 കൂട്ടം അതും കൂടി ഒന്ന് തിരുമ്പിട്ടോ. അന്റെ ഈ തിരുമ്പല്ലേ നല്ലത്. എനിക്ക് ഒരുപാട് തിരുമ്പാണ്ട്. ഉമ്മാന്റെ ഇക്കാന്റെ എല്ലാരുടെയും തിരുമ്പാണ്ട്. അന്റെ ഇജ്ജൊന്നാണ് തിരുമ്പിട്ടാളാ. അത് ശരി, ഈ ഇന്നെ കൊണ്ട് തിരുമ്പിടാറൊക്കെ അയക്കണോ? ഞാൻ അതുകൊണ്ടൊന്നും പറഞ്ഞല്ല. കൊറേ പണികളൊക്കെ അല്ലെങ്കിൽ തന്നെ ഉണ്ട്. ഇമ്മ പറഞ്ഞതിനുള്ളതേ ഇന്റെ നേരക്ക് എടുക്കേണ്ട ആവശ്യമില്ല. ഈ എന്തായാലും ഇന്റെ തിരുമ്പിടന്നെ വേണം. പിന്നെ ഞാൻ ഇവിടെ വന്നത് ഇവിടുത്തെ പണികൾ എടുക്കാൻ വേണ്ടിട്ടൊന്നല്ല, കുറച്ചു ദിവസം നിക്കാൻ വേണ്ടിട്ടാ. ആ സ്വന്തം പെരേക്കും കൂടി പോകാൻ പറ്റാത്ത എന്റെ ഒരു അവസ്ഥ വല്ലാത്തൊരവസ്ഥ തന്നെയാണ്. ഇക്ക് മാത്രല്ല ഈ അനുഭവങ്ങൾ വരിക. ഈ പറഞ്ഞു നടക്കുന്ന ആൾക്കാർക്ക് ഒരു നിമിഷം മതി ഇതൊക്കെ സംഭവിക്കാന്. എന്തായാലും ഈ ഒന്നും അനുഭവിക്കാതിരിക്കട്ടെ ഇതൊക്കെ. എന്താടി കൊലായ്മ ഇങ്ങനെ ഇരിക്കണ? എന്താണ് ആലോചിക്കണത്? ഒന്നുമല്ല. എന്റെ പെണ്ണുങ്ങളൊരു കാര്യം നോക്കേണ്ടേ ഞാന്. ഇന്റെ ഒന്ന് തിരുമ്പിടാൻ പറഞ്ഞപ്പോ ഓൾക്ക് അതിനൊന്നും ഒഴിവില്ലാന്ന്. ഞാൻ പിന്നെ എന്നും പുറത്താണല്ലോ. ഇനി വഴി ഉണ്ടാക്കാം. ആ പിന്നെ എന്റെ പെണ്ണുങ്ങൾ കാട്ടി പണിയൊക്കെ നമുക്ക് ഇന്നലെ ഓളെ പെരേക്ക് ഒഴിക്കണം, ഓളെ ഉമ്മാന്റെ കെട്ടിക്ക്. എന്നിട്ട് നമ്മളെ അവിടെ ഉള്ള ഏതോ ഒരു താത്ത ഉമ്മാക്ക് വിളിച്ചിട്ട് പറഞ്ഞിക്കണം ഇങ്ങനെ പോയി കണ്ടിക്കണെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ ഇമ്മ ചോദിച്ചപ്പോ ഓള് കിടന്ന് ഉരുണ്ട നിൽക്കുക. ബാക്കി ഇമ്മന്നെ പറയാ എന്നോട്. അങ്ങനെ കണ്ടായോ?
ആ അന്റെ സമ്മതം ഇല്ലാതെ തന്നെ പോയിക്കണത്. അതിന് ഓക്ക് ആരെ വില ഉള്ളത്? ഇപ്പൊ അന്നും കൂടി വില ഇല്ലാതെ അയക്കണ്. ഇപ്പൊ ഓളെ താളത്തിന് ഇങ്ങനെ തുള്ളൽ തുടങ്ങിയല്ലോ, അതുകൊണ്ടാണ്. എങ്ങനെയായാലും ഓളോടുക്കുള്ള ആ പോക്കം നിർത്തിക്കാളാ. പിന്നെ ഇന്നലെ ഒരു വട്ടം പോയി, ഇനി എന്നും പോകില്ലാന്ന് എന്തത്ര ഉറപ്പ്? അണക്ക് കിട്ടാനുള്ള മുതലൊന്നും തീരെ കിട്ടൂല്ല. എന്റെ വാക്കും കേൾക്കാതെ ഓള് പോയിക്കണെന്നുണ്ടെങ്കിൽ ഓൾക്ക് ഞാൻ കൊടുക്കാം. ചെല്ലു ചെല്ലു. ഇന്നൊരടിക്കുള്ള വാക്കായി. എന്ത് സമാധാനം ഉണ്ടോ ഒക്കെ ഇങ്ങനെ തല്ലുകൊണ്ടിങ്ങനെ കാണുമ്പോ. എടി വരുമ്പട്ടോളെ, എന്തിക്ക? എന്റെ സമ്മതം ഇല്ലാതെ എന്റെ പെരന്റെ ഉള്ളിക്ക് പോകൂലേ? അങ്ങനെയാണെങ്കിൽ ഇജ്ജ് ഇവിടെ നിക്കന്നെ അത് വേണ്ട. അണക്ക് എത്ര പറഞ്ഞാലും എനിക്ക് മനസ്സിലാവൂല. അതിന്റെ മുതല് കിട്ടാതെ എന്നോട് ആരാടി പോവാൻ പറഞ്ഞത്? ഞാൻ കൊറേ ആയില്ലൊക്കെ എന്റെ ഉമ്മാനെ എല്ലാരും ഒന്ന് കണ്ടിട്ട്. അതുകൊണ്ട് ഞാൻ ആ സാധനം വാങ്ങാൻ പോയപ്പോ ഒന്ന് കേറിന്നുള്ളിക്ക. കൂടുതൽ സമയമൊന്നും ഞാൻ നിന്നിട്ടില്ല. ഞാൻ വേഗം വരും ചെയ്തിക്കണ്. ഇക്കുല്ലിക്ക എന്റെ എല്ലാരും ഒന്ന് കാണണമെന്ന്. അനക്ക് കാണണമെന്നുണ്ടോ? എന്നാ എന്നും പോയി കണ്ടടി. ഇജ്ജ് അവിടെ തന്നെ പോയി നിന്നോ എന്നും. സ്നേഹിച്ച് നടക്കണെന്ന് സ്വർണ്ണം ഒന്നും വേണ്ടാന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വിളിച്ചേക്ക് ഞാൻ ഇറങ്ങി പോന്നതല്ല നിങ്ങളെ പിന്നാലെ. ഇങ്ങളോട് എത്ര ഇഷ്ടമുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല ഇപ്പോഴും. ഇപ്പൊ ആരും ഇല്ലാത്ത അവസ്ഥ ആക്കിയില്ല നിങ്ങള്. എന്റെ ഇഷ്ടത്തിന് എന്റെ ഉമ്മാന്റെ വാപ്പാന്റെ ഒക്കെ സമ്മതം ഇല്ലാതെ ഞാൻ ഇറങ്ങി പോയതാ. ഇവിടെ വന്നിട്ട് എനിക്കൊരു സ്വസ്ഥത നിങ്ങൾ ആരെങ്കിലും തന്നിക്കണം. ഇപ്പൊ സ്വർണ്ണം ഇല്ലാന്ന് പറഞ്ഞിട്ടും കൂടി തിരക്കാണ്. ആടി, ഞാൻ തിരക്ക് കൂടും. ജീവിക്കണം എന്നുണ്ടെങ്കിലേ പൈസ വേണം. ഈ അന്നെ ഒരുത്തിരി ഇങ്ങോട്ട് കെട്ടിക്കൊടുന്നേ മുതൽ ഇന്റെ പണിയും പോയതാണ്, ഇന്റെ സ്വസ്ഥതയും പോയതാണ്. എനിക്ക് ഞാൻ എന്റെ ഒപ്പം ഉള്ളൊരു ജീവിതം തന്നെ വേണ്ട. ഞാൻ വേറൊരാളെ കല്യാണം കഴിച്ചിട്ട് ഞാൻ നിന്നോണ്ട് എന്റെ പെങ്ങളെ ഡ്രസ്സൊന്നും എനിക്ക് തിരുമ്പി കൊടുക്കാനും കൂടി വെജല്ലേ? എന്താ നിങ്ങൾ ഇങ്ങനെ? ഓളോട് വെറുതെ ഇരിക്കല്ലേ? എന്തെല്ലാം പണികളുണ്ട് ഇതിന്റെ ഉള്ളില്. ഞാൻ അതുകൊണ്ട് ഓളോട് പറഞ്ഞത് എന്റെ ചേച്ചി തിരുമ്പിട്ടാന്ന്. ബാക്കിയുള്ളതൊക്കെ എല്ലാതും ഞാൻ ചെയ്യണില്ലേ? എല്ലായിടത്തും കൂടി എത്തണില്ല ഇക്ക. എനക്ക് ഇവിടെ എന്ത് മലമറിക്കണ പണിയാടി ഉള്ളത്? എല്ലേതും എന്റെ ഉമ്മ അല്ലടി എടുക്കണത്. ഞാൻ കാണുന്നുണ്ട് എന്റെ ഉമ്മ കിടന്ന് കഷ്ടപ്പെടുന്നത്. പിന്നാലെ പോരുമ്പോ ഞാൻ ഒരു നിമിഷം പോലും ഞാൻ ആലോചിച്ചില്ല. കഴിഞ്ഞ 2 മാസങ്ങളെ കൊണ്ട് ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. അന്ന് ഞാൻ എന്റെ പെരേക്കും പോയിന്ന് എല്ലാരും പോയി കാണുകയൊക്കെ ചെയ്തീന്. ഇപ്പൊ നിങ്ങള് ദിവസം ചെല്ലുന്നിടത്തോളം ഇന്നെ. എന്തടി, ഞാൻ എന്നെ തല്ലും കുത്തും ഒക്കെ ചെയ്യും. സൗകര്യം ഉണ്ടെങ്കിൽ ഇവിടെ നിന്നാ മതി. ഇക്ക പെരുന്നാളൊന്നും പറഞ്ഞ കേൾക്കാതെ ഞാൻ വന്നതാണ് ഇങ്ങോട്ട്. അതിനുള്ള എനിക്ക് കിട്ടും. ഷാഫിയാക്കാരന്റെ പോലെ നല്ല സ്വഭാവമുള്ള ഒരാളേക്കാരും വരുന്ന ഞാൻ വിചാരിച്ചു. പക്ഷെ അവിടെ തെറ്റില്ലോ. ഉമ്മാന്റെ ഫോണാണല്ലോ അടിക്കുന്നത്. പേരേന്നാണല്ലോ. അവരോട് ഞാൻ പറഞ്ഞേ അല്ലേ ഇങ്ങോട്ടൊന്നും വിളിക്കരുത്. ആരാടി ഫോൺ അടിക്കണത്? അതിന്റെ ഉമ്മയാണ്. എങ്ങനെയാണ് എന്റെ പേരക്കാർക്ക് എന്റെ നമ്പർ കിട്ടിയത്? അത് കൊറേ മുന്നേ ഓരോ അടുത്തുള്ള നമ്പറാണ്. ഇനിയിപ്പൊ മകൾക്ക് ഇങ്ങനെ വിളിക്കായിട്ട് അന്നലെ ആണ് കേറി ചെന്നീന്നല്ലോ, അതുകൊണ്ടാണ് ഓല് ഇങ്ങോട്ട് വിളിക്കണത്. ഇതിപ്പോ തൽക്കാലം എന്റെ ഫോൺ എടുക്കണ്ട. ഫോണൊക്കെ ഞാൻ എടുത്തോണ്ട് മര്യാദ അവിടെ വെച്ചിട്ട് പോവാൻ നോക്ക്. പറ്റെങ്കിൽ വേറെ പണിയൊന്നും ഇല്ലേ? ഹലോ, ആരാണ്? എന്റെ മകന്റെ പെണ്ണുങ്ങളമ്മല്ലേ? എന്താണാവോ വേണ്ടത്? ഓൾക്കിപ്പോ ഫോൺ എടുക്കാനേ മനസ്സില്ല.
നിങ്ങളിപ്പൊ അങ്ങനെ ഓളോട് വർത്താനൊന്നും പറയേണ്ട ആവശ്യമില്ല. ആദ്യം തരാനുള്ള മുതലും ഇങ്ങോട്ട് തന്നിട്ട് നിങ്ങൾ വർത്താനം പറഞ്ഞോളി. പിന്നെ അങ്ങനെ ഒരു മകൾ ഉണ്ട് വിചാരിച്ചിട്ട് ഇങ്ങോട്ട് വിളിക്കാനോ ഇങ്ങോട്ട് കേറി വരാനോ നിക്കണ്ട നിങ്ങള്. എന്റെ മകൻക്ക് അതൊന്നും ഇഷ്ടല്ല. പിന്നെ അത് മാത്രല്ല, നിങ്ങളിപ്പോ വിളിച്ചിന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലേ എന്റെ മകന്റെ ഒക്കെ നോക്കന്നെയാണ് കിട്ടുക, വേറെ ആർക്കല്ല കിട്ടുക. പറ്റൂലെന്ന് പറഞ്ഞില്ലേ, ഓൾക്ക് ഫോൺ കൊടുക്കാൻ സൗകര്യം ഇല്ല. ഓളെ കണ്ണി കണ്ട ആൾക്കാർക്ക് വിളിക്കും വിചാരിച്ചിട്ടാണ് ഓളെ ഫോൺ ഓൻ വാങ്ങി വെച്ചിരിക്കണത്. അല്ല അതാണല്ലോ പതിവ്. നിങ്ങള് കാണാതെ നിങ്ങളെ മകള് കണ്ണി കണ്ട ആൾക്കാർക്ക് വിളിച്ചിട്ട് അവസാനം എന്റെ മകന്റെ തലയിലായതല്ലേ. ആയിക്കിപ്പൊ ഇങ്ങനൊക്കെ പറയാനേ സൗകര്യമുള്ളൂ. ഇനി മേലിൽ എന്റെ ഫോണക്കോ ഓന്റെ ഫോണക്കോ നിങ്ങൾ വിളിച്ചിട്ടുണ്ടെങ്കിൽ നോക്കിക്കോളുണ്ട്. ഇങ്ങനെ ഒരു മകളെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കൂട്ടി കൊണ്ടുപോയിക്കോളി, അതാ നല്ലത്. അത് ശരി, നിന്റെ ഫോണക്ക് വിളിച്ചു കണ്ട് ഇന്നോട് ഞാൻ പറയണം.